മണിപ്പൂരിൽ 250-ലേറെ പേരുടെ ജീവനെടുത്ത കലാപം. രക്തരൂഷിത കലാപമായിരുന്നിട്ടും മുഖ്യമന്ത്രി കൈകെട്ടി നോക്കി നിന്നു. ജനരോക്ഷം ആർത്തിരമ്പിയിട്ടും മുഖ്യമന്ത്രി പദത്തിൽ ഉറച്ചു നിന്ന ബീരൻ സിംഗ് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ അപ്രതീക്ഷിതമായൊരു രാജിവെപ്പ്. അന്നൊന്നും കുലുങ്ങാത്ത ബീരൻ സിംഗിന്റെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിൽ എന്തായിരിക്കും? നിയമസഭാ സമ്മേളനത്തിൽ തന്റെ സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് എൻ ബീരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടി MLA-മാരുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം പേരും വിട്ടുനിന്നു. ഇതോടെ കേന്ദ്ര നേതൃത്വം അപകടം മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു പിന്നാലെയാണ് ബീരൻ സിംഗിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കൂടിക്കാഴ്ചയിൽ രാജി എന്ന ആവശ്യം ഉയർന്നതോടെ ബീരൻ സിംഗിന് മുന്നിൽ മറ്റു വഴികൾ അടയുകയായിരുന്നു. മെയ്തി കലാപകാരികൾക്കൊപ്പം പക്ഷപാതപരമായി നിലനിന്നുകൊണ്ട് ബീരൻ സിംഗിന്റെ രാജി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും BJP വഴങ്ങിയിരുന്നില്ല. 2 വർഷമായി സംസ്ഥാനത്ത് കലാപം തുടരുകയാണ്. സംസ്ഥാനത്ത് ആക്രമണങ്ങളും വംശീയ സംഘർഷവും വർദ്ധിച്ചെങ്കിലും ഇതിന് തടയിടാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ബീരൻ സിംഗ് ഉണർന്നു പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ചത് BJP-യിലെ തന്നെ കുക്കി വിഭാഗം MLA-മാർ ആയിരുന്നു. കുക്കി വിഭാഗക്കാരായ 7 BJP MLA-മാർ ഉൾപ്പെടെ 12 BJP MLA-മാരും ബീരൻ സിംഗിനെതിരെ രംഗത്ത് വരികയായിരുന്നു. പിന്നീട് കോൺറാഡ് സാഗ്മയുടെ NPP-യിൽപ്പെട്ട 4 MLA-മാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. വംശീയ കലാപത്തിന് ശേഷം സംസ്ഥാനം തുടർച്ചയായ അക്രമത്തിലേക്ക് വഴിമാറുന്നുവെന്നും ഇത് തടയുന്നതിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചായിരുന്നു NPP BJP-യിലേക്കുള്ള പിന്തുണ പിൻവലിച്ചത്. പല സമ്മർദ്ദമുണ്ടായിട്ടും BJP കേന്ദ്ര നേതൃത്വവും മോദി സർക്കാരും ബീരൻ സിംഗിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നതാണ്. എന്നാൽ പിന്നാലെ സഖ്യകക്ഷിയായ JDU വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP-ക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഇതോടെയാണ് BJP കേന്ദ്ര നേതൃത്വം ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ പുനരാലോചന നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ ഇടഞ്ഞു നിൽക്കുന്ന BJP MLA-മാർ പിന്തുണച്ചാൽ സർക്കാർ വീഴുമെന്ന ഭീഷണിയാണ് ഈ രാജിക്ക് സമ്മർദ്ദമേറ്റിയത്. ഇതിനു പുറമെ കലാപം ആളിക്കത്തിക്കാൻ ആഹ്വാനം ചെയ്യും വിധമുള്ള ശബ്ദരേഖ പുറത്തു വന്നതും ബീരൻ സിംഗിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ടേപ്പിലെ ശബ്ദം 93% ബീരൻ സിംഗിന്റേത് തന്നെയെന്നാണ് സ്വകാര്യ ഫോറൻസിക് ലാബ് പരിശോധനയിൽ വിലയിരുത്തുന്നത്. ഇതും രാജിക്ക് കാരണമായിട്ടുണ്ട്.